പാട്ടുപന്തൽ കാത്തിരിപ്പവനോ ശശി, തേച്ച ചായമുരച്ചു ചുറ്റിൻ തേപ്പു തീർത്തവനോ ശശി. എങ്ങനെ ഈ ശശി എന്നുള്ള പേര് കിട്ടിയ? ശശി എന്ന് പറയുമ്പോ എല്ലാം ശശിയല്ലേ സത്യത്തിൽ. ഇത് കേൾക്കുവാനയാ ശശി നാട്ടുമുക്കിലെ പാട്ടുപന്തലിൽ, നാട്ടുമുക്കിലെ പാട്ടുപന്തൽ കാത്തിരിപ്പവനോ ശശി, തേച്ച ചായമൊരച്ചു ചുറ്റിലും തേപ്പു തീർത്തവനോ ശശി, നാട്ടിലെ നിഴൽക്കൂട്ടമൊക്കെയും ആദരിപ്പവനോ ശശി, ആരുമില്ലിനി കാണുവാൻ ഇതു കേൾക്കുവാനയാ ശശി നാട്ടുമുക്കിലെ പാട്ടുപന്തലിൽ. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്, എങ്ങനെ ഈ ശശി എന്നുള്ള പേര് കിട്ടിയേ? ശശി എന്ന് പറയുമ്പോ എല്ലാം ശശിയല്ലേ സത്യത്തിൽ. മൊത്തം ഒരു ശശിമയമാണല്ലോ ഇപ്പൊ കേരളത്തില്. നമ്മൾ കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ ശശിയാണല്ലോ. എപ്പോഴും നമ്മൾ ശശിയാവാറുണ്ടല്ലോ. അങ്ങനെ ആ ഒരു ഐഡിയ എന്നാണ് സത്യത്തിൽ ഈ ശശി എന്നുള്ളൊരു. ശ്രീകുമാർ ഒരു ശശിയായിരിക്കാം, ഇത് കാണുന്നവരും ഒരു ശശിയായിരിക്കും. അപ്പൊ എല്ലാവരുമായിട്ട് ഈ സിനിമ അല്ലെങ്കിൽ ഇതിലെ കഥാപാത്രം കണക്ട് ചെയ്യാൻ പറ്റും. എപ്പോഴെങ്കിലും ഒരു ആരെങ്കിലും ശശി അല്ല, ഞാൻ ശശിയായി. സുധീഷേട്ടനും സുഖേട്ടനും കൂടെ ചേർന്ന് ശശിയാക്കി. ഇല്ല, പ്രൊഡ്യൂസേഴ്സ് രണ്ടുപേരും കൂടെ ചേർന്നിട്ട്. അപ്പൊ അത് കറക്റ്റ്. പിന്നെ അതാണ് ഈ സിനിമയുടെ ഒരു ബേസിക് ഐഡിയ തന്നെ. അങ്ങനെയാണ് കാണുന്നവരെ ശശിയാക്കുക, മൊത്തത്തിൽ ശശിമയം. അല്ല, അതെ അതെ. ഈ പാട്ട് തന്നെ ശശിപ്പാട്ട് എന്ന് പറഞ്ഞിട്ടാണ് പുറത്തിറങ്ങിയത്. അത് എങ്ങനെ ശശിപ്പാട്ടെന്ന് ഇങ്ങനെ അതെങ്ങനെയാ വന്നത് ശശിപ്പാട്ടെന്ന്? അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ സത്യത്തിൽ. പലപ്പോഴും ഒന്നും അറിയാറില്ല. പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ടൈറ്റിൽ എന്ത് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാലും അതുപോലെ തന്നെ പെട്ടെന്ന് എനിക്ക് പിന്നെ ശശിപ്പാട്ടെന്നായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു. അവനും ഓക്കെ ശശിപ്പാട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഭരണിപ്പാട്ട്, പുള്ളുവമ്പാട്ട് എന്ന് പറയുന്ന പാട്ടാണ് ശശിപ്പാട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ശശിപ്പാട്ട് എന്ന് തന്നെ അറിയപ്പെട്ട് നല്ല രീതിയിൽ പല പല പ്രോഗ്രാമിന്റെ ഇടയിലൊക്കെ ഈ ഇപ്പം തന്നെ പലപ്പോഴും ചിത്രം വിചിത്രം, വക്രദൃഷ്ടി പോലുള്ള ഈ ആക്ഷേപഹാസ്യം മറ്റു പൊളിറ്റിക്കൽ പ്രോഗ്രാമിന്റെ ഇടയിൽ വളരെ കൃത്യമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ശശിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മറ്റേ ശശി. അല്ല, ഇത് എന്താണ് ഭയങ്കര ക്ലാസിക്കലോ അല്ലെങ്കിൽ എന്താണ് ക്ലാസിക്കൽ മെലഡിയോ അങ്ങനെയൊന്നല്ല, ഇതിന് വേറെ എന്തോ ഒരു എനർജി ഉണ്ട് ആ പാട്ടിന് കേൾക്കുമ്പോഴത്തേക്കും, അല്ലെ? അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ആദ്യ ദിവസം തന്നെ ഏകദേശം 1 ലക്ഷത്തോളം പേര് ആദ്യ ദിവസം തന്നെ ഇത് കാണും. ഇവിടെ ഒരുപാട് പേര് കാണുകയും അഭിപ്രായം പറയുകയും. എനിക്ക് തോന്നുന്നു ഈ സിനിമയെ കുറിച്ച് കുറച്ചു പേര് അറിയുന്നത് തന്നെ ശശിപ്പാട്ട് ഇറങ്ങിയതിന് ശേഷമാണ്. ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ട്രെയിലർ ഇറക്കിയപ്പോൾ അതിനും ഇത്രയും ഒരു സ്വീകാര്യത കിട്ടിയത്. ശശിപ്പാട്ടിന് ശേഷം ട്രെയിലർ ഒന്നുകൊണ്ടാണ്. ശശിപ്പാട്ടിന് ശേഷമാണ് നമ്മൾ ട്രെയിലർ ഇറക്കിയത്. ഇപ്പം പാട്ടിന് എത്ര റീച്ച് ഉണ്ടായിരുന്നു? ഇപ്പം പ്രസന്റ്ലി എങ്ങനെ പോകുന്നു? യൂട്യൂബ് മാത്രം തന്നെ ലക്ഷങ്ങളായിട്ടുണ്ട്. അതുപോലെ ട്രെയിലറും അങ്ങനെ തന്നെയാണ്. ഫേസ്ബുക്കിലും യൂട്യൂബിലും തന്നെ ഇപ്പോൾ 8 ലക്ഷം പേര് ഓൾറെഡി 3 ദിവസം കൊണ്ട് കണ്ടു കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഇറക്കി കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായി? 5 ദിവസമായി. 4-5 ദിവസമായിട്ടുണ്ട്. നാട്ടുമുക്കിലെ പാട്ടുപന്തലിൽ, നാട്ടുമുക്കിലെ പാട്ടുപന്തലിൽ കാത്തിരിപ്പവനോ ശശി. അയാൾ ശശി എന്ന് പറയുന്ന സിനിമയിൽ എന്തായാലും ശ്രീകുമാർ ഒരു ശശിയായി. അപ്പൊ ആ ശശി ആയതിൽ അതിന്റെ സ്ക്രിപ്റ്റും ഡയറക്ടറും അല്ലെങ്കിൽ ആ നിലയിൽ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് സജിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതും പിന്നെ അതോടൊപ്പം അതിനേക്കാളപ്പുറമായിട്ട് ശ്രീനിയേട്ടൻ എഴുത്തുകാരനും ഡയറക്ടറും ആക്ടറും ഒക്കെ ആയിട്ടുള്ള ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റിയ വലിയൊരു. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു, ഞാനും പ്രതീക്ഷിച്ചില്ല. എല്ലാവരും പറയുന്നത് പുള്ളി ഭയങ്കര സീരിയസ് ആണ്, അതാണ്. നമ്മള് ഷൂട്ട് തുടങ്ങിയതിന് ശേഷമാണല്ലോ ഇത്രയും വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണോ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന, എന്തോണോ പറയാൻ പറ്റുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുള്ള കാര്യം. അതുവരെ ഒരു നമ്മുടെ മനസ്സിലൊക്കെ പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഭയങ്കര പ്രശ്നമാണ്. അല്ല, ഞാൻ എങ്ങനെയാ കേട്ടിട്ടുള്ളത്? ഞാൻ മമ്മൂക്കയെ കുറിച്ച് അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ മമ്മൂക്ക എടുത്ത് ഷൂട്ടിന് ചെന്ന സമയത്ത് പുള്ളി ആദ്യമേ ചിരിച്ചോണ്ടാണ് നമ്മൾ എടുത്തോട്ട് വരുന്നത് സംസാരിക്കുന്നത്. നല്ല ബലം പിടിച്ച് ഇങ്ങനെ ദേഷ്യപ്പെട്ടോ അങ്ങനെയൊന്നുമല്ല. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരികയും
എപ്പോഴും കൂടെ നിന്ന് ശ്രീനേട്ടൻ ചെയ്യുന്ന പോലെ തന്നെ എപ്പോഴും സപ്പോർട്ടാണ് നമ്മളെ. അത് നമ്മൾ മാത്രമല്ല, കൂടെ ആരൊക്കെ ഉണ്ടോ എല്ലാവർക്കും ഒരു എനർജി കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു. അല്ല പിന്നെ ഈ സിനിമയിൽ അയൽ ശശി എന്നുള്ള സിനിമയുടെ മേക്കിങ്ങിന്റെ പ്രത്യേകത അറിയാലോ. അതെ, അതില് തന്നെ ഈ പറഞ്ഞ എത്ര നമ്മള് ഈ ചില സീനുകളിലൊക്കെ ഓർമ്മയില്ലേ, നമ്മുടെ അവിടെ ഇരുന്നിട്ടുള്ള സീനൊക്കെ 21 ടേക്ക്. ഞാനുണ്ടല്ലോ, മിനിറ്റ് ആണ് ഒരു ഷോട്ടിന്റെ ലെങ്ത്. അതെ അതെ 21ഓളം ടേക്ക് അതിന് പോയിട്ടുണ്ട്. അപ്പൊ അത്രയും ക്ഷമയോടുകൂടി ഒരു ആക്ടർ അഭിനയിക്കാന്ന് പറയുന്നത് ഇല്ല, ഉറപ്പായിട്ടും ഇല്ല. അത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പേടിക്കുന്നുണ്ടായിരുന്നു. ശ്രീനേട്ടൻ ഇനി എന്നെ കുത്തുവോ, എന്നെ ചവിട്ടുമെന്ന്, ഞാനല്ലേ തൊട്ടടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഈ ചെറുതായിട്ടൊക്കെ പുള്ളി ഇങ്ങനെ ഇതാവും. അപ്പം എന്താ റീസൺ എന്ന് പുള്ളിക്ക് പറഞ്ഞു കൊടുത്താൽ അദ്ദേഹം ഓക്കെ ആണ് അവിടെ, അല്ലേ? അതെ, ഒരു 5-6 ഷോട്ട് വരെ ഓക്കെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അല്ല, പെർഫെക്ഷന് വേണ്ടിയിട്ടാണത്. അത് കാര്യം എന്ന് പറഞ്ഞാല് ഈ ഇതും കൂടെ അല്ലേ, സിങ് സൗണ്ട് ആയതുകൊണ്ട് നമുക്ക് പലപ്പോഴും റീടേക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം ഏതെങ്കിലും ഒരാളുടെ ഒരു മൂവ്മെന്റിലായിരിക്കും ചിലപ്പോൾ പ്രോബ്ലം. ക്യാമറ മൂവ്മെന്റ്, അതെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും റീടേക്ക് നമ്മൾ പോയത്. മൊത്തം സിനിമയിലും അങ്ങനെയാണ്. ക്ലൈമാക്സിൽ മാത്രമാണ് നമ്മുടെ ഒരു ട്രീറ്റ്മെന്റ് വേറെ തരത്തിൽ മാറിപ്പോകുന്നത്, മാറ്റിപ്പിടിക്കുന്നത്. പെർഫെക്ഷന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ചെയ്യുന്നതിനുള്ള ഇതൊന്നും അല്ല. പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ടേക്കിങ്സ് എടുത്തിട്ടുള്ളത്. അതൊക്കെ 21 ടേക്കൊക്കെ എടുക്കുമ്പോൾ ആവറേജ് നമ്മള് ഒരു 8-10 ടേക്കൊക്കെ വളരെ കുറച്ച്. അതെ അതെ അതെ. പിന്നെ അതിലൊക്കെ ഇത്രയും കൂടെ നിൽക്കും എന്നുള്ളത് എനിക്കൊരു വലിയൊരു ഇത് തന്നെയായിരുന്നു. നമ്മള് ഇപ്പം മറുമായം പ്രോഗ്രാമൊക്കെ ലൈഫിൽ വെച്ചിട്ടൊക്കെയാണ് ചെയ്യണത്. അത് സിങ് സൗണ്ട് ആണ്. അപ്പോൾ അതിൽ ആദ്യം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും, പിന്നെ ചെയ്യാണ്. പക്ഷേ ഇവിടെ പെർഫെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഈ ഒരു സമയം സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ എൻജോയ് ചെയ്യായിരുന്നു സത്യത്തിൽ. അത് പിന്നെ സജിൻ്റെ ആ ഒരു എഫേർട്ട് എനിക്ക് കൂടുതലും കാണാൻ കഴിഞ്ഞത്. പലപ്പോഴും ഞാൻ സുഹൃത്തിനായിട്ടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. സജിൻ ഒരു ഷോട്ട് അല്ലെങ്കിൽ ഒരു അന്ന് എടുക്കാൻ പോകുന്ന ആ സീനിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണയോടുകൂടി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മിക്ക സ്ഥലങ്ങളിലും പറയാൻ പാടില്ലെങ്കിലും മിക്ക സ്ഥലങ്ങളിലും നമുക്കത് കിട്ടാറില്ല. കാര്യം ചെയ്യുക പോവുക എന്നുള്ള രീതി മാത്രമായിരിക്കുമല്ലോ. പക്ഷെ അതിന് ത്രൂ ഔട്ട് അതിൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന ഒരു മനസ്സ് സജിന് എപ്പോഴും ഉണ്ടായിരുന്നു, അല്ലേ? തിരിച്ചു എല്ലാവരും അങ്ങനെയായിരുന്നു. അതെ, പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും അതെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് എനിക്കും അങ്ങനെ നിൽക്കാൻ പറ്റിയതും. നമ്മുടെ വേറൊരു ഇതില്ലല്ലോ, നമ്മുടെ സിനിമ നന്നാക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ആ സമയത്ത്. അതിനപ്പുറം വേറെ ഒന്നുമില്ല. അപ്പൊ അതിന്റെ ഒരു പെർഫെക്ഷൻ ആയിരിക്കാം സിനിമയിൽ. അത് പ്രേക്ഷകനും കിട്ടട്ടെ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു. അല്ല, ശ്രീനേട്ടൻ പലപ്പോഴും ഞങ്ങളിരുന്ന് സംസാരിക്കുന്ന സമയത്തൊക്കെ പറയുമായിരുന്നു, സ്ക്രിപ്റ്റ് ഞാൻ ആദ്യം വായിച്ചു നോക്കി, എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ പുതുതായിട്ട് വന്ന സജിനെ പറ്റിയിട്ട് കുറേ നേരം ഞങ്ങളിങ്ങനെ സംസാരിക്കുക. പോസിറ്റീവായിട്ടില്ല കേട്ടോ. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഞാനിത് എത്ര കണ്ടതാ. വൈകാതെ നമുക്കൊന്ന് കൂടണം. ഇതിൽ ഈ പാട്ട് ശരിക്കും മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് ചെയ്തു വിനയകുമാർ എന്ന് പറയുന്ന ചെറുകഥാകൃത്തും കവിയൊക്കെയാണ് ഇതിന്റെ വരികൾ എഴുതിയത്. വിനീത് പാടിയാലാണ് ഏറ്റവും നന്നാവുക എന്ന് തോന്നുന്നു. കാര്യം പിന്നെ അതിന് മറ്റൊരു ഇഷ്യൂ ഉണ്ടല്ലോ, ഒരു അച്ഛന് വേണ്ടി മകൻ പാടുന്നു, അച്ഛൻ മകൻ എന്നുള്ളത്. അതുമൊക്കെ ഒരു പക്ഷേ ഒരു മാർക്കറ്റിംഗിന്റെ ഒരു അല്ലെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാരിലോട്ട് എത്താൻ ഒരു കാരണമായിട്ടുണ്ട്. അത് വെച്ചിട്ട് വിനീതിനോട് പറഞ്ഞ പോലെ വിനീതിന് പാട്ടയച്ചു കൊടുക്കുന്ന വിനീതിന് ഇഷ്ടപ്പെടുകയും വിനീത് എപ്പോഴും നമ്മൾ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണത്തിന്റെ തലേ ദിവസമാണ് വന്ന് പാടുന്നത്. ശ്രീനേട്ടനും ഒരു പാട്ടിൽ പാടിയിട്ടുണ്ട്. അവർ രണ്ടുപേരും ഈ കല്യാണം കഴിഞ്ഞ് ഇവിടുത്തെ റിസപ്ഷന്റെ തലേ ദിവസമാണ് ഈ വന്ന് പാടുന്നത്. ഈ അതെ, ധ്യാന്റെ കല്യാണത്തിന്റെ ആ സമയത്തില്ലാത്ത ആ ഗ്യാപ്പിലാണ് വന്ന് രണ്ടുപേരും പാടിയിട്ട് പോകുന്നത്. ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു. രണ്ട് സോങ് ശശി ചായമുറച്ചു ചുറ്റിയും തേപ്പു തീർത്തവനോ ശശി, നാട്ടിലെ നിഴൽ കൂട്ടമൊക്കെയും ആദരിപ്പവനോ ശശി, ആരുമില്ലിനി കാണുവാൻ ഇതു കേൾക്കുവാനായ ശശി, നാട്ടുമുക്കിലെ പാട്ടുപന്തലിൽ കാത്തിരിപ്പവനോ ശശി, തേച്ച ചായമുറച്ചു ചുറ്റിനും തേപ്പു തീർത്തവനോ ശശി, നാട്ടിലെ നിഴൽ കൂട്ടമൊക്കെയും ആദരിപ്പവനോ ശശി, ആരുമില്ലിനി കാണുവാൻ ഇതു കേൾക്കുവാനായ ശശി,
നാട്ടുമുക്കിലെ പാട്ടുപന്തലിൽ. നാടകത്തുള്ള കോലം കണ്ടപ്പ നാണം കെട്ടുമതാടണം. ജാലം കൈവിട്ടു ദേശം നോവിട്ടു ദേഹം വിട്ടൊന്നു പോകണം. ഫസ്റ്റ് ഡേ തന്നെ ശ്രീനേട്ടനെ കണ്ടപ്പോൾ ശ്രീനേട്ടൻ നോക്കിയിട്ട് ചിരിച്ചു. എന്നിട്ട് കൈ തന്നു. എന്നിട്ട് ഞാൻ പ്രോഗ്രാമൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം എന്നടുത്ത് പെരുമാറിയത് അല്ലെങ്കിൽ എന്നോട് സംസാരിച്ചതൊക്കെ ഒരു മകനടുത്ത് കൊടുക്കുന്നൊരു സ്നേഹത്തോടു കൂടിയാണ്. അത്രയും അടുപ്പമായി. പിന്നീടുള്ള ദിവസങ്ങളിൽ ശ്രീനേട്ടൻ പഴയകാല എക്സ്പീരിയൻസ് ഒക്കെ ഞങ്ങളോട്ടൊക്കെ ഷെയർ ചെയ്തപ്പോൾ എത്രമാത്രം അനുഭവങ്ങളിൽ കൂടെ വന്നിട്ടുള്ള ഒരാളാണ്. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ സജിൻ പറഞ്ഞ പോലെ ആ ജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നമ്മൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് നമുക്ക് മുമ്പോട്ടുള്ള ഒരു എന്താണ് പ്രചോദനം. അത് അങ്ങനെയായിരുന്നു. അത് ഇപ്പോഴും ഇപ്പം ഷൂട്ട് കഴിഞ്ഞതിന് ശേഷവും ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളിപ്പം ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ കാണുമ്പോൾ പോലും അപ്പോഴും കാണുമ്പോൾ മാത്രമുള്ളതല്ല, അത് എപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഇത് ഒരുപാട് ആർഭാടങ്ങളോ ആഡംബരങ്ങളോ ഒന്നുമില്ലാത്തൊരു സാധാരണ സിനിമയാണ്. നന്മയുടെ ഒരു സിനിമയാണ്. ഒരു കഥയാണ്. ആ കഥ ഒരാളുടെ ജീവിതം അത് ഞങ്ങളുടെ കൂട്ടായ്മയിലൂടെ വന്നിട്ടുള്ള ഈ ഒരു സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണണം. അതും ആദ്യ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ പോയി കാണണം എന്നാണ് പറയാം. ഒന്ന് ആദ്യം പറഞ്ഞിരുന്നു എന്നുള്ളത് ഞങ്ങളെ അതൊരു നിമിത്തം. ശ്രീനേട്ടനല്ലാതെ ഇപ്പൊ ആലോചിക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ. കാരണം ശ്രീനേട്ടൻ അത്രയും മാക്സിമം ഔട്ട്പുട്ടും ശ്രീനേട്ടൻ വളരെ നന്നായിട്ട് പിന്നെ ഏറ്റവും ആപ്റ്റായിട്ട് ഇപ്പൊ തന്നെ പലരും അയാൾ ശശി ആരാ അഭിനയിക്കുന്നത് ശ്രീനിവാസൻ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും അപ്പോൾ അത് കറക്റ്റാണ്. അത് മാത്രമല്ല ശ്രീനേട്ടൻ്റെ സ്ക്രിപ്റ്റ് ഡീറ്റെയിൽ വായിക്കി ഇതിനു വേണ്ടി നന്നായി തയ്യാറെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് വേണ്ടി ഒരു 10-12 കിലോ വെയിറ്റ് കുറച്ചു. പിന്നെ കഥാപാത്രത്തിൻ്റെ ഒരവസ്ഥയിൽ കൂടി പോകുന്നുണ്ട്, അതിനുവേണ്ടി വെയിറ്റ് കുറച്ചു. പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിലും വളരെ സ്ട്രെയിൻ എടുക്കുന്ന കുറേ ലെങ്തി ഷോട്ടുകൾ, ഡയലോഗ്സ് കാണാപ്പാടം പഠിക്കുക, പിന്നെ ലെങ്തി ആയിട്ടുള്ള നാടൻ പാട്ടുകൾ പാടുക. ഇതൊക്കെ ശ്രീനേട്ടൻ്റെ കൊച്ചുകുട്ടി പോലെ വളരെ ദിവസം കൃത്യമായി ഡയലോഗ്സ് പഠിക്കുകയും ഈ നാടൻ പാട്ട് പഠിക്കുകയും ഫിസിക്കൽ സ്ട്രെയിനുള്ള സീനുകളും ശ്രീനേട്ടൻ വളരെ ഇൻവോൾവ് ചെയ്തു. ശ്രീനേട്ടൻ മാത്രമല്ല ബാക്കി എല്ലാ സീനിയർ സപ്പോർട്ട് ചെയ്യുന്നത് അത് ശ്രീനേട്ടൻ്റെ എനർജിയാണ്. ബാക്കി ശ്രീകുമാർ, കമ്മട്ടിപ്പള്ളി, ദിവ്യ, അനിൽ നെടുമങ്ങാട്, ശർമ്മ, അരുൺ, ഓരോരുത്തരും ഈ ശ്രീനേട്ടൻ്റെ ഒരു എനർജിയും പുള്ളിയുടെ ഒരു ഇതും കാരണം അല്ലേ. നമുക്ക് സെറ്റിൽ വളരെ ലൈവായിരുന്നു. എല്ലാവരും. ബാഹുബലി എപ്പോഴെങ്കിലും എല്ലാം സംഭവിക്കുന്ന അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രതിഭാസം. അല്ലാതെ സിനിമയെക്കാളും ഒരു എന്താ പറയാ ഒരു വേറെ സംഭവം മാറി. അല്ല അതിപ്പോ സിനിമകളെല്ലാം മലയാള സിനിമയെ മൊത്തം അതിന്റെ മാർക്കറ്റിനെ ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. കാരണം മലയാളത്തിൽ മാത്രമല്ല ഈവൻ എല്ലാ സ്റ്റേറ്റിലും എല്ലാ സിനിമകളെയും ബാധിച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ അറിവ്. അപ്പൊ അത് മലയാളത്തിൽ മാത്രമല്ല, അപ്പോൾ നമ്മുടെ റിലീസിനെയും ഇത് ഓഫ്കോഴ്സ് തീർച്ചയായും ബാധിച്ചിട്ടുണ്ട്. കാരണം സിനിമകൾ പലതും ഷിഫ്റ്റ് ചെയ്ത് വരുന്നതോടും നമ്മൾ നിർബന്ധിതരാവും അതിനനുസരിച്ച് പോകാൻ. പിന്നെ ഒരു സ്ട്രൈക്ക് ഒരു മാസം ഉണ്ടായിരുന്നു, അതും നമ്മളെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓർഡറിൽ റിലീസ് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ട് നമ്മൾ മാറ്റേണ്ടി വന്നു. പ്രേക്ഷകർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമായിരിക്കും ഇത്. കാരണം ശ്രീനേട്ടൻ്റെ ഒരു റോളും ഇത് കഥയുടെ ഒരു പ്രത്യേകത, ഒരു ഇതുവരെ കൈകാര്യം ചെയ്യാത്തൊരു പുതുമയുള്ളൊരു എലിമെൻ്റ് തന്നെയുണ്ട്. എല്ലാവരും പറയുന്ന പോലെ എല്ലാവരും സംഭവം തന്നെയുണ്ട്. പിന്നെ വളരെ ലാളിത്യമുള്ള എന്നാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രസകരമായ ഒരു സബ്ജക്റ്റ് തന്നെയാണിത്. സബ്ജക്റ്റും എനിക്കൊന്നാലും അതിൻ്റെ ഒരു പിക്ചറൈസേഷനും അതിനനുസരിച്ച് പിന്നെ സിനിമാറ്റോഗ്രാഫർ പപ്പുവിന്റെ വർക്ക് വളരെ പ്രത്യേകതയുള്ള പപ്പു. അത് രണ്ടുപേരും കൂടെ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് എഫക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ഒരു വളരെ ഡിഫറെന്റ് ആയിട്ട് ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ സിനിമ. അത് നമ്മൾ സാധാരണ പറയുന്ന ക്ലെയിം ചെയ്യുന്ന പോലെയാണ്. ഇത് ഡിഫറെന്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ സിനിമ എടുക്കാനുള്ള ഡിഫറെന്റ് ആവും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ സിനിമ ഏറ്റെടുത്ത് തന്നെ. അപ്പോൾ അത് പ്രേക്ഷകർക്ക് ലഭിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. ശശി ചായമുറച്ചു ചുറ്റിയും തേപ്പു തീർത്തവനോ ശശി, നാട്ടിലെ നിഴൽ കൂട്ടമൊക്കെയും ആദരിപ്പവനോ ശശി, ആരുമില്ലിനി കാണുവാൻ ഇതു കേൾക്കുവാനയാ ശശി നാട്ടുമുക്കിൽ.